ലോകത്തിപ്പോൾ ഭീതി പടർത്തുന്ന ഒന്നായിട്ട് ഹാൻഡ വൈറസ് എന്ന് പറയുന്ന ഒരു വൈറസ് മാറി. നമ്മൾ നിപ്പ വൈറസിനെ കുറിച്ച് കേട്ടിട്ടുണ്ട്, കോവിഡിനെ കുറിച്ച് കേട്ടു. ഇതെല്ലാം ആയി, അത് നമ്മുടെ രാജ്യം കണ്ടതാണ്. ഒരുപാട് ജീവനുകൾ നഷ്ടപ്പെട്ടതാണ്. അപ്പോൾ ഇപ്പോൾ ഹാൻഡ വൈറസ് എന്ന് പറയുന്നത് പുതിയൊരു പ്രതിഭാസമൊന്നുമല്ല, നേരത്തെ ഉണ്ട്. ഹാൻഡ വൈറസ് എന്ന് പറയുന്ന യഥാർത്ഥത്തിൽ മനുഷ്യ ശരീരത്തിൽ ബാധിക്കുന്ന 2 വിധത്തിലാണ്. അപ്പോൾ ഇതെൻ്റെ അടുത്ത് കുറേ പേര് ആവശ്യപ്പെട്ടതുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോ ഇതിനെക്കുറിച്ച് പറയുന്നത്. ഇതിനെക്കുറിച്ച് പഠിച്ചു കഴിഞ്ഞപ്പോൾ അത് വളരെ അപകടകാരിയായ വൈറസ് തന്നെയാണ്. അത് ഈ ലെപ്റ്റോസ്പൈറോസ്പോര, അതായത് എലിപ്പനി എന്ന് പറയുന്നില്ല, അതുപോലെ തന്നെ എലികളുടെ വിസർജനത്തിൽ നിന്നാണ് ഇത് പുറത്തോട്ട് വരുന്നത്. അത് ഉണങ്ങി പൊടിഞ്ഞു കഴിഞ്ഞാൽ, അത് പൊടിയായിട്ട് പറന്നു കഴിഞ്ഞാലുണ്ടല്ലോ, നമ്മുടെ ശ്വാസകോശത്തിലേക്ക് കയറി കഴിഞ്ഞാൽ അത് മനുഷ്യ ശരീരത്തിലേക്ക് കയറും. ഇത് കയറി കഴിഞ്ഞാൽ ഒരു 8 മുതൽ 40 ദിവസത്തിനകത്ത് വരെ ഇത് അറിയത്തില്ല. പലപ്പോഴും 8 ദിവസം മുതൽ ചിലർക്ക് വന്നു തുടങ്ങാം ലക്ഷണങ്ങൾ, തലവേദന, പനി, ഛർദിൽ, ഇതൊക്കെ വരും. അപ്പോൾ ഇത് ആദ്യമൊന്നും മനസ്സിലാവത്തില്ല ഇത് എന്താ സംഭവം. ഇത് 2 വിധത്തിൽ ബാധിക്കുമെന്ന് പറഞ്ഞത്, ഒന്ന് ലങ്സിനെ ബാധിക്കും. പലരിലും ബാധിക്കുന്നത് വൃക്കയിലാണ്, അതായത് കിഡ്നികളെ ബാധിക്കും. അപ്പോൾ ഇതിനെ ഈ 2 ഇടത്ത് ബാധയുണ്ടായാലും ശരി, ലങ്സിനെ ബാധിച്ചു കഴിഞ്ഞാൽ ഏതാണ്ട് 30% മുതൽ 50% വരെ മോർട്ടാലിറ്റി റേറ്റ് ഉണ്ട്, മരണ റേറ്റ് ഉണ്ട്. വൃക്കയെ ബാധിച്ചു കഴിഞ്ഞാൽ വളരെ ബുദ്ധിമുട്ടാണ്, വൃക്ക പ്രവർത്തനരഹിതമാവും. അത് അങ്ങനെ മരണത്തിലേക്ക് തള്ളിവിടാം ആളുകളെ. ഇവിടെ MV ഹോണ്ട്രാസ് എന്ന് പറയുന്ന ഒരു ക്രൂയിസ് ഷിപ്പ്, ഒരു കപ്പൽ, അത് ആഡംബര കപ്പലാണ്. അതിൽ ഈ വൈൽഡ് ലൈഫ് എക്സ്പെഡിഷൻ സാധാരണ പോകുന്ന ഒരു യാത്രയല്ല. ഞാൻ ക്രൂയിസ് ഷിപ്പിൽ യാത്ര ചെയ്തിട്ടുണ്ട്. വളരെ സുഖകരമായ യാത്രയാണ്. കടലിലൂടെയുള്ള പോക്കല്ലേ, പതുക്കെ ഇങ്ങനെ പോകും. വളരെ രസമാണ് യാത്ര, വളരെ സുഖമാണ്. അപ്പോൾ ഞാനത് 3-4 തവണ ഞാൻ യാത്ര ചെയ്തിട്ടുണ്ട്. വളരെ സൗകര്യമാണ്. നല്ല ക്യാബിൻ, നമുക്ക് താമസിക്കാനായിട്ട് നല്ല ക്യാബിനുണ്ട്. അതിനകത്ത് ഇൻക്ലൂഡിങ് അത് ബാത്ത് അറ്റാച്ച്ഡ് ആണ്. അത് ടോയ്ലറ്റും ബാത്തും അറ്റാച്ച്ഡ് ആയിട്ടുള്ള ക്യാബിൻ, നല്ല കിടക്ക സൗകര്യമൊക്കെ ഉള്ള സംവിധാനമാണ്. അതിനകത്ത് ഹോട്ടലുകളുണ്ട്, റെസ്റ്റോറൻറ്റുകൾ, ഡ്യൂട്ടി ഫ്രീ ഷോപ്പ് തുടങ്ങിയ എല്ലാ സംവിധാനങ്ങളും ഉണ്ട്. അപ്പോൾ ഈ ഷിപ്പ് MV ഹോണ്ട്രാസ്, ആ കപ്പൽ അർജൻറ്റീനയിൽ നിന്ന് യാത്ര തുടങ്ങിയാണ്. അത് വൈൽഡ് ലൈഫ് എക്സ്പെഡിഷൻ, അതായത് ഈ മൃഗങ്ങളുമായിട്ട് വളരെ ഇഷ്ടമുള്ള ആളുകൾ ഒരുപാട് പേരുണ്ട്. വൈൽഡ് ലൈഫ് ഫോട്ടോഗ്രാഫി ഇഷ്ടമുള്ള അവർ ആ വൈൽഡ് ലൈഫ് എക്സ്പെഡിഷന് വേണ്ടി ഇങ്ങനെ പോവുകയാണ്. പല രാജ്യങ്ങളും കറങ്ങി പോകും. അർജൻറ്റീനയിൽ നിന്ന് യാത്ര തിരിച്ചാണ്. ആ കപ്പൽ ഇപ്പോഴും ഡെസ്റ്റിനേഷൻ എന്നിട്ടില്ല, ഇപ്പോഴും കടലിലാണ്, യാത്രയിലാണ്. ഈ കപ്പലിൽ ആണ് ആദ്യമായിട്ട് ഈ അണുബാധ അവിടെ കപ്പലിനകത്ത് ആർക്കും ഉണ്ടായിക്കഴിഞ്ഞിട്ട് 8 പേർക്ക് ഈ അസുഖം ബാധിച്ചു. ആദ്യമൊന്നും മനസ്സിലായില്ല ഇതാണെന്ന്. ഒരാളെ അവിടെ സൗത്ത് ആഫ്രിക്കയിൽ ഇറങ്ങി ജോഹന്നാസ്ബർഗിലേക്ക് ഉള്ള കണക്ഷൻ ഫ്ലൈറ്റിൽ കയറിയപ്പോഴത്തേക്ക് മരിച്ചുപോയി. മറ്റൊരാൾ ഇപ്പോൾ വളരെ ഗുരുതരാവസ്ഥയിൽ അവിടെ സ്വിറ്റ്സർലൻഡിലെ സൂറിക് അവിടെ ഹോസ്പിറ്റലിലാണ്. വേറെ ഇതേപോലെ 3 പേര്, ആ കൂട്ടത്തിലുള്ള ആകെ 3 പേര് മരണപ്പെട്ട് കഴിഞ്ഞു. ഇനി 5 പേർക്ക് ഈ ബാധയുണ്ടായിട്ടുണ്ട്. അതിൽ 2 ഇന്ത്യക്കാർ ആ കപ്പലിലുണ്ടെന്ന് പറയപ്പെടുന്നു. ഇത് ഭയക്കേണ്ട ഒരു കാര്യം തന്നെയാണ്. കാരണം ഇവരുമായിട്ട് വളരെ അടുത്ത ബന്ധം പുലർത്തുന്നവർക്ക് മാത്രമേ ഇത് വരുള്ളൂ. നിപ്പ വൈറസ് പോലെ തന്നെയാണ്, ശ്വാസത്തിൽ കൂടെ ഇത് വരാം. അതായത് ഈ പൊടിയുണ്ടല്ലോ, ഇപ്പോൾ ഞാൻ പറഞ്ഞതുപോലുള്ള ഈ പൊടി, അത് വായുവിലൂടെ ആ പൊടി പറന്ന് നമ്മൾ ശ്വസിച്ചാൽ വരാം. പിന്നെ അത് ഈ തറയിലങ്ങനെ തൂക്കുകയോ അങ്ങനെ ചെയ്യുമ്പോൾ പൊടി പറക്കുമല്ലോ, അങ്ങനെ പൊടി പറന്നിട്ട് ആ പൊടി നമ്മൾ ശ്വസിച്ചാലും വരാം. അപ്പോൾ ഒരാളുമായിട്ട് ബന്ധമില്ലെങ്കിൽ പോലും ഈ സാധനം ഉണ്ടെന്നുണ്ടെങ്കിൽ ഈ പൊടി അടിച്ചിങ്ങനെ കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് മതി ഉണ്ടാവാം. അതുകൊണ്ട് അത് വളരെ സൂക്ഷിക്കണം, അങ്ങനെയുള്ള കാര്യങ്ങൾ. അതിപ്പോൾ നമുക്ക് വളരെ പാനിക്കായിട്ടുള്ള ഒരു സിറ്റുവേഷൻ ഇല്ല, പക്ഷേ അത് വന്നുകൂടുന്നൊന്നും പറയാൻ പറ്റില്ല. കാര്യം ഇത് എങ്ങോട്ടൊക്കെ പോകുമെന്നുള്ളതിനെ കുറിച്ച് ഇപ്പോൾ റൂട്ട് മാപ്പൊക്കെ ഇങ്ങനെ തയ്യാറായിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ കപ്പലിൽ നിന്ന് ഇറങ്ങിപ്പോയ ആളുകളെ സംബന്ധിച്ചിടത്തോളം
എവിടേക്കാണ് പോയേക്കുന്നതെന്നുള്ളതിനെ കുറിച്ച്. ഇപ്പോൾ ഇനി ആ കപ്പൽ സ്പെയിനിനടുത്താണ് ഇപ്പോൾ ഉള്ളത്. സ്പെയിനിലെ കാനറിയിലേക്ക് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇനി ഇൻ്റർനാഷണൽ ലോ അനുസരിച്ച് അവിടെ ഈ കപ്പൽ അടുക്കാൻ അവർ സമ്മതിക്കുമോ? കാരണം വളരെ ടോക്സിക് ആയിട്ടുള്ള ഒരു സാധനം കൊണ്ട് വരുന്നതാണ്. അതവിടെ അടുക്കാൻ അവർ അനുവദിക്കുമല്ലോ എന്നുള്ളതിനെക്കുറിച്ച് നമുക്ക് അപ്പം പറയാൻ പറ്റത്തില്ല, നോക്കിയിരുന്ന് കാണാനേ പറ്റുള്ളൂ. ഏതായാലും ശരി, ഇത് ഈ കപ്പലിലെ പ്രശ്നം എന്താണെന്നറിയോ, ഈ ചെറിയ ക്യാബിനല്ലേ, അപ്പോൾ വളരെ അടുത്ത സ്പേസാണ്. അപ്പോൾ ഒരു 2 പേരുണ്ടെങ്കിൽ ഒരാൾക്ക് ഇത് ബാധിച്ചു കഴിഞ്ഞാൽ ആ ക്യാബിനിൽ അടുത്ത ആൾ വരാൻ വളരെ എളുപ്പമാണ്. അതേപോലെ തന്നെ അവിടുത്തെ മറ്റ് ഡൈനിങ് സ്പേസ് എന്നൊക്കെ പറയുന്നതും എല്ലാം വളരെ ക്ലോസ്ഡ് സ്പേസ് അല്ലേ. ഒരു കപ്പലിന് നമ്മൾ ഉദ്ദേശിക്കുന്ന സ്പേസ് കിട്ടത്തില്ലല്ലോ. അപ്പോൾ അങ്ങനെയുള്ളപ്പം വളരെ, അത് മാത്രമല്ല ക്ലോസ്ഡ് ആണിത്. അപ്പോൾ ഇത് മുഴുവൻ ക്ലോസ്ഡ് ആണ്. അപ്പോൾ അങ്ങനെ വരുന്ന ഉടനെ അത് വലിയ പ്രശ്നമാണ്. അതിനകത്ത് ഇങ്ങനെ കറങ്ങി നടക്കാം, പൊടി ഇത് വരാം. അപ്പോൾ ഏതായാലും ശരി, അത് അപകടകാരിയായ ഒരു സാധനമാണ്. പക്ഷേ നമ്മളിലെ കോവിഡ് വന്ന മഹാമാരി പോലൊന്നും പേടിക്കേണ്ടതായിട്ടില്ല. അത്രത്തോളം അങ്ങ് ഇത് വ്യാപിക്കാനൊന്നും എളുപ്പമുള്ളൊരു കാര്യമല്ല. നമുക്ക് ശ്രദ്ധ മാത്രം മതി, ഒന്നും ഭയം വേണ്ട. രാഷ്ട്രീയക്കാർ പറയുന്ന പോലെ ഭയക്കേണ്ട കാര്യമില്ല, ജാഗ്രത മതി എന്ന് പറഞ്ഞ പോലെ ജാഗ്രത വേണം, അത്രയേ ഉള്ളൂ. സൂക്ഷിക്കണം.